അല്ല, ശ്രീകുമാറുമായിട്ട് നിങ്ങൾ സംസാരിക്കാറുണ്ട്, ഇപ്പോഴും സംസാരിക്കാറുണ്ടല്ലോ? ഞാൻ ശ്രീകുമാർ ഇതിലല്ല പരിചയപ്പെട്ടത്. നമ്മൾ കൈരളി ടി വി. അതെ അല്ല ഇപ്പോഴും ഞാൻ വെച്ചാൽ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് ഈ കേസുകളൊക്കെ സംസാരിക്കുന്നു. കേസല്ല, എന്താണ്, സുഖമാണോ, അല്ല, ഈ വിഷയങ്ങളും ചർച്ച ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ആലോചിച്ചിട്ടില്ല ഇത് എന്താണ് എന്ന്? നിങ്ങൾ രണ്ടുപേരും കൂടെ അന്തം വിട്ടിരുന്നിട്ടുണ്ട്? തീർച്ചയായിട്ടും അവന് ചിരിയാണ് ഇപ്പോഴും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവൻ പിന്നെ അധികം സംസാരിക്കാറില്ല. അവൻ ഒരു ഇന്റർവ്യൂവിൽ അവൻ സംസാരിക്കാത്ത ആൾക്കാർ, അവന് സെറ്റിലും ഇങ്ങനെ തന്നെയാണ്. എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ട്. ബിജുചേട്ടനെ അറിയുന്ന മുമ്പ് എനിക്ക് പരിചയമുള്ള ശ്രീകുമാറിനെ പരിചയം. പിന്നെ ഞങ്ങൾ ആടുപുലിയാട്ട സിനിമയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നില്ലേ? നമ്മൾ പടത്തെ അഭിനയിച്ചില്ലേ? അപ്പോൾ അന്നൊക്കെ എനിക്കറിയാം ശ്രീകുമാറിനെ. അവിടെയൊന്നും ഒരു പേരുദോഷം ഞാനുണ്ടാക്കി കേട്ടിട്ടില്ല. പിന്നെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തെളിയുന്നവരെ ആരോപണത്തിന് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും. അങ്ങനെ തന്നെയാണ്. ഇപ്പം ബിജു സോപാന എൻ്റെ അടുത്ത് ഇരിക്കുന്നതും കുറ്റാരോപണമായിട്ട് തന്നെയാണ് എൻ്റെ ഉള്ളിൽ. അതിനകത്ത് യാതൊരു മാറ്റവും എനിക്കില്ല. പക്ഷെ താങ്കൾക്ക് പറയാനുള്ളത് പ്രേക്ഷകരെ അറിയിക്കേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട്. താങ്കളൊരു മനസ്സ് ഇതുവരെ തുറന്നിട്ടില്ല. ഇന്നും മനസ്സ് തുറക്കാമെന്ന് ഞാൻ പല പ്രാവശ്യം ചോദിച്ചപ്പോഴാണ് മനസ്സ് തുറക്കാൻ സമ്മതിക്കുന്നത്. ഇപ്പോഴും അതിനായിട്ടുള്ള ഏകദേശമൊക്കെ, കാരണം എനിക്ക് നിയമം ഉപദേശിച്ചിരുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ഉണ്ട്. പുള്ളി പറഞ്ഞു പറയാം എന്ന് പറഞ്ഞു. അല്ല, ഇത്രയും സമയം എടുത്തില്ലെങ്കിൽ ഞാൻ തുടക്കകാലം വന്ന് പറഞ്ഞാൽ എനിക്ക് അലിയുടെ അടുത്ത് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്ത് പറയും? അത് എന്നെ അവസാനം എല്ലാം കൂടെ ആക്കി എന്നെ ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് നിൽക്കും. ഇപ്പം എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കി നിൽക്കും. അതായത് ഇത് പറയാം എന്നുള്ളൊരു അവസ്ഥ. നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെയായിരുന്നു. മറ്റേ നിവിൻ പോളി വന്നതും നിങ്ങൾ വന്നതും രണ്ട് റൂട്ടിലായിരുന്നു. നോക്കിയോ, നിങ്ങൾ ഒരുമിച്ചൊരു സെറ്റിലുള്ളപ്പോഴാണ് വിഷയം. നിവിൻ പോളിയുടെ വിഷയം അവിടെ ദുബായിലുണ്ടെന്ന് നിവിൻ പോളി അവിടെ ഇല്ലാന്ന് തെളിയിക്കാൻ അപ്പം തന്നെ തെളിവുകൾ വയ്ക്കുകയാണ്. ആ ഒരു സെറ്റിൽ വെച്ചായപ്പോൾ ആ കേസിന്റെ വ്യത്യാസം വലുതാണെന്നാണ് പറയുന്നത്. കേസിന്റെ പെട്ടെന്ന് പറയാനുള്ള കാരണം ഇപ്പം അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുള്ള ഈ പെട്ടെന്നുള്ള ഇത്രയും ഫ്രണ്ട്സൊക്കെ ചിലപ്പം കാണും, നിയമം ഉദ്ദേശിച്ച് കൊടുക്കുന്ന ആൾക്കാർ കാണുമായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് അറിയും. എനിക്കങ്ങനെ ആൾക്കാരൊന്നും പരിചയമില്ല. ഇത് അറിഞ്ഞ് വിളിച്ച് ചോദിച്ച ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അതുമായിട്ടൊക്കെ വന്നപ്പോൾ കുറേ ലേറ്റായി. വിളിച്ചെന്താ പ്രശ്നം, ഇതാണോ? അപ്പോൾ ഞാൻ പറഞ്ഞ ഇതാണ്, എനിക്കൊരു കാര്യം ചെയ്യും, ഇതൊക്കെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സെറ്റിലായി വരാൻ തന്നെ ഒരുപാട് സമയമെടുത്തു. അപ്പോൾ അതാണ് കോടതിയുടെ അവധിയും. അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരുപാട് താമസം. അല്ലാതെ എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ നിവിൻ പോളി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അല്ല, അതുമല്ല, നിവിൻ പോളിക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടില്ല. അപ്പോൾ ഇട്ടിട്ടില്ല, ആരോപണം മാത്രം. ആരോപണം ഇതല്ല, ഇത് നിങ്ങൾക്കെതിരെ കേസെടുത്തു. അങ്ങനെയും വ്യത്യാസമുണ്ട്. അതെ. നിവിൻ പോളിക്കെതിരെ അന്ന് ആരോപണം മാത്രമുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണെങ്കിൽ അങ്ങനെയുള്ളൂ. പിന്നീടാണ് കേസ് തള്ളുകയും പോയത്. അപ്പം അങ്ങനെ ഒരു താമസം നിങ്ങൾക്കുണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇനിയുള്ളൊരു യാത്രയുണ്ടല്ലോ, ബിജു സോപാനത്തെ സംബന്ധിച്ച് ഇനിയുള്ളൊരു യാത്രയുണ്ടല്ലേ? ഇനി ഈ കേസ് ആ വഴിക്ക് നടക്കുന്നു. ഇനിയുള്ള യാത്ര ഒരു എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഇതൊക്കെ തെളിയുന്നവരെ ഒരു ജീവിതയാത്രയിൽ പല വഴിത്തിരിവുകൾ ഉണ്ടാകേണ്ടതുകൊണ്ടിരിക്കും അല്ലേ? അല്ല, വഴിത്തിരിവല്ല, ഇതുമായി ബന്ധപ്പെട്ട് വല്ല എവിടെയെങ്കിലും മാറ്റി നിർത്തേണ്ട വന്നിട്ടുണ്ടോ? വന്ന റൂട്ട് കറക്റ്റാണ്. ഈ ഒരു പ്രശ്നം വന്നു, അത് ഈ പറയുന്ന പോലെ വന്ന് ഭവിച്ചു എന്നുള്ളതാണ്. എൻ്റെ റൂട്ട് അഭിനയിക്കുക, സിനിമകൾ ചെയ്യുക, എന്നും നല്ലൊരു കലാകാരനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ സംഭവം വന്നു, അതിപ്പോൾ അറിയുമല്ലോ. എന്തൊക്കെയാ ഈ ആരോപണം വന്നതിന് ശേഷം എവിടെയെങ്കിലും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ 2 കോളേജിൽ ചീഫ് ഗസ്റ്റായിട്ട് പോയി, 3 ഷോർട്ട് ഫിലിം ചെയ്തു. ഇനിയിപ്പോൾ ഈ അടുത്ത മാസം ഫസ്റ്റ് വീക്ക് ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. പിന്നെ ഒരു ആഡുണ്ട്, ഒരു സോളാറിൻ്റെ ഇവിടെ നമ്മുടെ കോഴിക്കോട്. അത് കഴിഞ്ഞിട്ട് ദുബായിൽ നമ്മൾ സ്ഥിരം പോകുന്നതാണ്, നാടൻ സാറുമായിട്ടൊക്കെ. അവരെന്നെ വിളിച്ചിട്ടുണ്ട് മധ്യമയായി വന്ന് സംസ്കൃത നാടൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം അങ്ങനെ പോകുന്നുണ്ട്. എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് എന്നെ നന്നായിട്ട് അറിയാം. അതിനൊന്നും ഒരു കുറവില്ലാതെ നമ്മൾ എന്താണെന്ന് അവർക്കറിയാം. അത് ഇതുവരെ ഇതിൽ എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നു ഭവിച്ചു എന്നുള്ളൊരു വിഷമമുണ്ട്. അല്ലാതെ എൻ്റെ കരിയറിനെ ഇത് സ്പർശിക്കത്തോലുമില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.